ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ ഒരു അത്ഭുത മാവിൻ്റെ കഥയാണ്. കഥ എന്ന് പറയാൻ പറ്റില്ല, ആ മാവ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ വീടിന് മുമ്പിൽ റോഡ് സൈഡിലായിട്ടൊരു മാവുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗവും റോഡ് സൈഡിലും കൂടി ആയിട്ടാണ് ആ മാവിൻ്റെ നൃത്തം. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അതിൽ മാമ്പ ഉണ്ടായത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അത് ഞങ്ങൾ കുഴിച്ചിട്ടൊരു മാവല്ല, നമ്മൾ താനേ ഉണ്ടാവുന്ന മാവുണ്ടല്ലോ, അങ്ങനെ പൊടുവ മുളച്ചുണ്ടാവാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായ പണ്ട് കാലത്ത് മാങ്ങ തിന്നുങ്ങാണ്ട് ആരോ എറിഞ്ഞ് അതിൻ്റെ അണ്ടിയിൽ നിന്ന് ഉണ്ടായൊരു മാവാണെന്നാണ് തോന്നുന്നത്. ബഡ് തൈയായിട്ടുള്ള മാവൊന്നുമല്ല. പക്ഷെ അതുണ്ടായിട്ട് ഒരുപാട് കാലമായിക്കണം, ഒരുപാട് പ്രായമായിട്ടും ആ മാവിന്മേൽ ഇതുവരെ മാമ്പയൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം കുഴിച്ചിട്ട ബഡ് തൈമിലൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് മാങ്ങ ഉണ്ടായിക്കണം. പക്ഷേ ഈ മാവ് മാത്രം മാങ്ങ ഉണ്ടായിട്ടില്ലേന്ന്. ഈ വീട്ടിൽ ബഡ് തൈമെന്ന് കിട്ടിയ മാങ്ങ ഉണ്ടാകുമല്ലോ, അതിമെന്ന് നമ്മൾ മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ അണ്ടി നമ്മളിങ്ങനെ വലിച്ചെറിയില്ലേ, അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ അണ്ടിമെന്നുണ്ടായ മാവുമെന്ന് കൂടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടംപോലെ മാമ്പഴം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഈ ബഡിൻ്റെ തൈകളൊക്കെ കുഴിച്ചിട്ട് ഒരു 3 കൊല്ലം 4 കൊല്ലം ആകുമ്പോഴത്തേന് അതിൻ്റെ ഫലങ്ങളുണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു മൂച്ചിമ്മ ഫലങ്ങളൊന്നുമില്ലാതെ അതങ്ങനെ വലിയ മരമായിട്ട് ഇങ്ങനെ നിൽക്കുക. എത്രയോ വർഷങ്ങളായിട്ട് ഇതുവരെ ഒരു മാങ്ങയും അതിമൊന്നും കിട്ടിയിട്ടില്ല, പൂ ഇട്ടിട്ടില്ല. ഈ റോഡ് സൈഡിലെ മാവ് ഒരുപാട് കാലം പഴക്കമുള്ളതുകൊണ്ട് അത്യാവശ്യം വലിയൊരു തടിയായിരുന്നു അതിൻ്റെ തടിയൊക്കെ. പക്ഷെ അതിൻ്റെ കൊമ്പുകളൊക്കെ റോഡ് സൈഡ് ആയതുകൊണ്ട് റോഡ് സൈഡിലേക്കാണ് അധികം കൊമ്പൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഈ കമ്പിമക്ക് ആയിട്ടുള്ള ആ കൊമ്പുകളൊക്കെ അവർ വെട്ടി അങ്ങനെ മാറ്റിപ്പോവലാണ്. അപ്പോൾ ഇതുവരെ കായ്ക്കാത്തതുകൊണ്ട് വീട്ടിലൊക്കെ പറഞ്ഞാൽ ആ മാവ് നമുക്ക് വേണ്ട, അത് നമുക്ക് വെട്ടിക്കളയാം. അതുപോലെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ മതിലും കിടക്കുന്നത്, അപ്പോൾ അത് ഒന്നും കൂടി ഇനി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ മതിലൊക്കെ വിണ്ട് പൊട്ടും. അതുകൊണ്ട് നമുക്ക് ഞാൻ മാവ് അവിടെ നിർത്തേണ്ട, വെട്ടിക്കളയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാവിനില്ലാത്ത കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും വെട്ടിക്കളയാന്ന് കരുതി. എന്തോ കാരണവശാൽ അതിൻ്റെ വെട്ടൽ നീണ്ട് അങ്ങനെ പോയി, വെട്ടാതെ അവിടെ തന്നെ ആ മരം ഉണ്ടായി. കുറേ പ്രാവശ്യം ആ മാവിനെ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ആ മാവിൻ്റെ മുറിക്കൽ അങ്ങനെ നീണ്ട് പോയി. കഴിഞ്ഞ വർഷം അതിന്മേലെ ഒരു പൂവിട്ടു. അധികമൊന്നും പൂവിട്ടിട്ടില്ലായിരുന്നു, എന്നാലും കുറച്ച് എന്ത് മാങ്ങയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂവിട്ട്. അതിൻ്റെ മാങ്ങയും അധികമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഒരു പ്രത്യേക തരം മാങ്ങയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ മാവ് പൂവിടും, അതിന്മേ മാങ്ങ ഉണ്ടാവും എന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പ്രത്യേക തരം മാങ്ങയാണ് അതിലുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം അതിൽ ഒരുപാട് പൂവിട്ടു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂവിട്ടോ. മാങ്ങകൾ കുറേ മാങ്ങയുണ്ടായി. കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ. കോമ്പല അങ്ങനെ സാധാരണ ഓരോ മാങ്ങ ഒരു ഞെട്ടിയിൽ അങ്ങനെയല്ല ഉണ്ടായത്. ഇത് ഒരു ഞെട്ടുമ്പോൾ തന്നെ ഒരുപാട് കോമ്പല അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടായി കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. അത് ഞങ്ങൾക്ക് കാണില്ലാതെ ഞങ്ങളെ അയൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും റോഡ് സൈഡല്ല, ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്കാണ് ഭയങ്കരമായിട്ട് കാണാൻ കഴിയുക. നല്ല ഭംഗിയിൽ എന്ന് പറഞ്ഞാൽ അത്രക്കും ഭംഗിയിൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഭംഗിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എന്നിട്ട് എല്ലാവരും ഞങ്ങളോട് ഇങ്ങനെ പറയും, നല്ല ഭംഗിയിൽ ഉണ്ടായിരിക്കണില്ലേ മാങ്ങ, നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നൊക്കെ ഒന്നിങ്ങോട്ട് പറയാം. അപ്പോൾ ഞങ്ങളറിയാം ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടായിട്ട് ഇങ്ങൾക്കൊക്കെ ഇതിൻ്റെ തരേണ്ട ഒരു പ്രത്യേക തരം മാങ്ങയാണെന്ന് പറഞ്ഞു ഞങ്ങൾ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മാങ്ങയൊക്കെ പാകമായി പഴുക്കേണ്ട ആ കാലമായപ്പോൾ മാങ്ങ അങ്ങനെ അത് പഴുത്ത് കഴിഞ്ഞാലും ആ മാങ്ങയ്ക്ക് പച്ച കളർ തന്നെയാണ് ഉണ്ടാവുക. ഒരുപാട് അങ്ങോട്ട് പഴുത്തതിന് ചെറുതായിട്ട് ഇങ്ങോട്ടൊരു കളർ മാറ്റം വരുന്നല്ല, അത് നല്ലോണം അങ്ങോട്ട് കളറാവില്ല. അങ്ങനെ ആ മാങ്ങ പഴുത്ത് പാകമായപ്പോൾ അങ്ങനെ റോട്ടിക്കും ഞങ്ങളെ മുറ്റത്തേക്കും അങ്ങനെ ചാടും. പിന്നെ ഒരു ഭാഗം ഇലകളാണുള്ളത്. ഇലകളൊക്കെ ചാടാതെ കിട്ടുമ്പോൾ ഞങ്ങളത് എടുത്ത് വെക്കുമ്പോൾ ഒരു പിറ്റേ ദിവസത്തെ നമുക്ക് ഒന്നും കൂടി കളർ മാറി ഒരു മാങ്ങ പഴുത്ത കളറായി വരും. അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നിട്ട് ഈ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് മാങ്ങ അങ്ങനെ അതിൽ ചാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് റോഡിൽ കൂടെ പോകുന്നവരൊക്കെ പിന്നെ പോണ കുട്ടികളും വഴി നടക്കുന്ന ആൾക്കാരൊക്കെ അതെടുത്ത് ഇങ്ങനെ കഴിക്കുക. പക്ഷെ ഭയങ്കര ഒരു ടേസ്റ്റ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. ഒരു പിന്നെയും ആ മാങ്ങക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഞങ്ങൾ ചോദിക്കൂട്ടോ. അപ്പോൾ ഒരുപാടില്ല അല്ലേ, കുറച്ച് ആൾക്കാർ എടുത്ത് കൊണ്ടുപോയി പിന്നെയും അതിമന്ന് മാങ്ങ അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. റോഡിൽ കൂടെ പോകുന്ന കാറൊക്കെ നിർത്തിയിട്ട്, കാറ് ബൈക്ക് ഇങ്ങനത്തൊക്കെ നിർത്തി സൈഡാക്കി ഇങ്ങാണ്ട് ചാടിയ മാങ്ങകൾ എടുത്തുകൊണ്ട് പോകാം. അത്രക്കും ടേസ്റ്റിലൊരു മാങ്ങയായിട്ടേക്കാരം അങ്ങനെ എടുത്തുകൊണ്ട് പോകണത്. നമ്മൾ ഈ നാടൻ മാങ്ങല്ലേ, ഈ ഈമ്പി തിന്നണേ അതേക്കെ പോലത്തെ ഏകദേശം ടേസ്റ്റ്, അതേപോലെ കട്ടി കുറവില്ല തൊലിയാണ്, അങ്ങനെ ഈമ്പി തിന്നാൻ പറ്റിയ മാങ്ങയാണ്. നാടൻ മാങ്ങ ചെറുതല്ലേ കാരണം, ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് സൈഡിൽ ചാടുന്നതൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്ന് പുറക്കും, കുട്ടികളൊക്കെ പുറക്കും. പിന്നെ ഞങ്ങൾ കാണണമെങ്കിൽ ഞങ്ങൾ എടുത്തിക്കണം കേട്ടോ, ഈ മാങ്ങ ഞങ്ങൾ എടുത്തിക്കണം അറിയും. അല്ല കണ്ടിട്ടില്ല ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് എൻ്റെ മൊബൈൽക്കോ ഹസ്ബൻഡിൻ്റെ മൊബൈൽക്കോ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ മാങ്ങ ചാടിക്കണം കേട്ടോ, ഞങ്ങൾ എടുത്തിക്കണം കേട്ടോ എന്ന് പറയും.
അങ്ങനെ. അതുപോലെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ രാത്രികളിൽ ഉള്ളിലേക്ക് ചാടണ മാങ്ങയൊന്നും ആരും അങ്ങനെ എടുക്കലില്ല. ഗേറ്റ് തുറന്നൊന്നും അങ്ങനെ എടുക്കില്ല. അങ്ങനെ കിട്ടണ മാങ്ങ ഞങ്ങൾ എന്തിട്ടും എടുത്തു വെക്കും. എടുത്തിട്ട് അടുത്ത വീടുകളിലേക്കൊക്കെ കൊടുക്കും. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഒരു പ്രത്യേക തരം ടേസ്റ്റ്. എന്നാൽ അങ്ങനത്തെ ടേസ്റ്റിലൊരു മാങ്ങ കഴിച്ചില്ല. ഏത് ടേസ്റ്റാണെന്നുള്ളത് പറയാൻ കഴിയില്ല. അതുപോലെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് പുതിയ വീടുണ്ടാക്കുന്ന പണിക്കാരുണ്ട്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലല്ലേ അപ്പോൾ ആ പണിക്കാർക്ക് ഓൾ തന്നെ ഇതേപോലെ റോട്ടിൽ നിന്ന് കിട്ടുന്നത് എടുക്കും. അതേപോലെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ എടുക്കില്ല. അപ്പോൾ ഞങ്ങളതിങ്ങനെ രാവിലത്തത് ശേഖരിച്ച് വെക്കും. ഒരുപാടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചാടിയും കൊണ്ട് നിൽക്കുകയാണ്. മാവ് ഇങ്ങനെ മാമ്പഴം എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണ മാതിരിയാണ് ചാടുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തേക്കണത് ഞാൻ പണിക്കാർക്കും കൊടുക്കും. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചൂടത്ത് വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കല്ലേ. അപ്പോൾ ഈ ഈമ്പി തന്നെ വാങ്ങിയതുകൊണ്ട് കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരങ്ങനെ ഈമ്പി ആണ്ടി വലിച്ചെറിയും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതം. എല്ലാവരും ഇഷ്ടപ്പെടുത്ത ഒരു ആ മാമ്പഴം കൊണ്ട്. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറച്ച് ദൂരല്ലേ വീടുകളിലെ ആളുകളൊക്കെ മൊബൈൽ വിളിക്കും. ഇങ്ങനെ ഒരു മാങ്ങ ഉണ്ടല്ലേ ഞങ്ങളെ വീട്ടിൽ, ഇവരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഈ കഴിച്ചവരൊക്കെ പറയുന്നത് കേട്ടു, അപ്പം എനിക്ക് കൊടുത്തു വെക്കുക വെച്ചങ്ങാണ്ട്. അപ്പം അങ്ങനെ ഞാൻ എടുത്തു വെച്ചങ്ങാണ്ട് അവർക്ക് കൊടുത്തയക്കും. അങ്ങനെ കേട്ടറിഞ്ഞുകൂടി ഈ മാവുമെന്ന് ഇതിൻ്റെ മാമ്പഴം എനിക്ക് എടുത്തു വെക്കുമോ എന്ന് ചോദിക്കണ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു മാവ് എത്തിച്ചു. ഒരുപാട് കാലമായി മുറിക്കുക എന്ന് കരുതിങ്ങാണ്ട് കൊണ്ടൊരു ഉപകാരമില്ല എന്ന് കരുതി നടന്നിരുന്ന മാവ് പിന്നെ ഇപ്രാവശ്യം പൂത്ത് ഒരുപാട് മാമ്പഴം അതിമുണ്ടായി. എല്ലാവരും ഞങ്ങൾ നാട്ടിലത്തെ ഒരുവിധ ആൾക്കാരൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പോണോലും വരുന്നോലൊക്കെ അതിമന്ന് മാങ്ങ എടുക്കുക, കഴിക്കുക. താഴേക്ക് ചാടിക്കേണ്ട ആവശ്യം വരുന്നില്ല. താഴേക്ക് അങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കണം. എന്തായാലും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഒരുപാട് ആൾക്കാർക്ക് അതിമന്ന് മാമ്പഴം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു മാങ്ങ ആയതുകൊണ്ട് അതൊരു വേറെ സന്തോഷം. ഇനിയിപ്പോൾ ആ മാവിനെ മുറിച്ച് കളയുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന് അത്രക്കും ഫലങ്ങളുണ്ടായി, എല്ലാവർക്കും കൊടുത്തു, അതിൻ്റെ ടേസ്റ്റും അറിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് കാര്യവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പടച്ചോൻ ഓരോന്നിനും ഓരോ നല്ല കാര്യങ്ങൾ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുത്തിട്ടുണ്ടാവും, ഒരു കാലം കൊടുത്തിട്ടുണ്ടാവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയും. പക്ഷേ ചില കാര്യങ്ങളിൽ മനുഷ്യന്മാരായി നമുക്ക് അത് കാത്തിരിക്കാനുള്ള ക്ഷമല്ല. എനിക്ക് ഈ ഒരു മാവുമെന്ന് കിട്ടിയൊരു പാഠം അതാണ് കേട്ടോ. നമ്മൾ എത്രയോ കാലമായിട്ട് മുറിച്ച് കളഞ്ഞ് മാറ്റാൻ നിന്നൊരു മാവാണ്. പക്ഷേ അതിൻ്റെ ഒരു കാലമായപ്പോഴാണ് അതിന് ഇങ്ങനെ ഒരു ഫലം തരാൻ കഴിഞ്ഞത്. അതും അത്രക്കും അത്ഭുത ടേസ്റ്റിലൊരു പഴം. നമ്മുടെ കാര്യത്തിൽ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ കാര്യം ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്തുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് എന്തായാലും കിട്ടുന്നൊരു അനുഭവം, ഒരു പാഠമാണ് ശരിക്കും എനിക്ക് ഈ ഒരു മാവ് കാണിച്ചു തന്നെ കേട്ടോ. നമ്മളൊക്കെ വീടുകളിലെ 1, 2, 3 മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മകന് നല്ലൊരു ജോലി ഇല്ലാത്തതുണ്ടാവും. ജോലിക്ക് പോകുമ്പോൾ ഭയങ്കര തടസ്സങ്ങൾ, പൈസ ഒന്നും കയ്യിലില്ല, അങ്ങനെയൊക്കെയുള്ള മക്കളുണ്ടാവും. അപ്പം ആ മക്കളെ ഒരുപാട് ആ മാതാപിതാക്കൾ വേദനിപ്പിക്കുന്നുണ്ടാവും. മറ്റു മക്കൾക്കൊക്കെ നല്ല ജോലി, നല്ല കഴിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വേദനിപ്പിക്കുന്ന ചില മാതാപിതാക്കളുണ്ടാവും. അതുപോലെ ചില കുട്ടികൾ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയായിക്കാരം. അപ്പോൾ അതിനങ്ങനെ പിരാഗി പറഞ്ഞങ്ങാണ്ട് കുട്ടിണ്ടാണ്ടിന്നില്ല, എന്തൊരു വികൃതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ശരിയാവാൻ ഒരു കാലം ഉണ്ടാവും, ഇക്കാലം ഒരു ടൈം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ നമുക്ക് വേണം. ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് മക്കളെ പറ്റി മാത്രം പറഞ്ഞതാണ്. അതുപോലെ വേറെയും നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലൊക്കെ പല അനുഭവങ്ങളുണ്ടാകും. അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയവും കാലവും വേണം. അതൊക്കെ വരുവോളം നമ്മൾ ക്ഷമിച്ച് നല്ല പോലെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു പ്രതിഫലം തന്നെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. ഈ വീഡിയോയിലൂടെയൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതല്ലേ എനിക്ക് അറിയുന്ന ഓരോ കാര്യങ്ങൾ, ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഓരോ അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കൊരു ലൈക്ക് എന്തായാലും തരണം. ആ ലൈക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.